വാക്കുകളെ ദളിത് അവകാശങ്ങൾ നേടാനുള്ള ആയുധമാക്കിയ എഴുത്തുകാരനും ദളിത് ചിന്തകനുമായ KK കൊച്ച് വിടവാങ്ങി അല്ലെങ്കിൽ അന്തരിച്ചെന്നാണ് മാതൃഭൂമി എഴുതുന്നത്. എഡിറ്റോറിയൽ പേജുകളിലേക്ക് പോയാൽ വളരെ വലിയ വിശാല അടിസ്ഥാനത്തിൽ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അത് മാധ്യമമാണ് കുറച്ചും കൂടി വലുതായിട്ട് അതിനെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ധീരമായ ധന്യമായ ജീവിതം എന്നാണ് മാധ്യമം എഡിറ്റോറിയൽ പേജ് എഴുതിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വിട മലയാളത്തിൻ്റെ ജൈവ ബുദ്ധിജീവിക്ക് എന്ന എഡിറ്റോറിയൽ കൂടി എഴുതിയിട്ടുണ്ട്. എഡിറ്റോറിയൽ പേജിൽ അത് ഏതാണ്ട് മുഴുവനായിട്ട് തന്നെ സണ്ണി M കപ്പിക്കാടിൻ്റെ ലേഖനമാണ് ധീരമായ ധന്യമായ ജീവിതമെന്ന്. തന്നെത്താൻ കത്തിയ സൂര്യൻ എന്ന് ഡോക്ടർ AK വാസുവിൻ്റെ ഒരു ലേഖനം കൂടി മാധ്യമം പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് വളരെ വിശദമായി തന്നെ ഇംഗ്ലീഷ് പത്രങ്ങളിൽ എക്സ്പ്രസ് അത് KK കൊച്ചു ഹു കാവ്ഡ് നിഷ ഇൻ ദ കൾച്ചറൽ ലാൻഡ്സ്കേപ്പ് ഓഫ് കേരള നോ മോർ എന്നുകൂടി പറയുന്നു. അതായത് മലയാളത്തിൻ്റെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ ജാതി സമുദായ സമവാക്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ദളിത് മേഖലയിൽ ദളിതരിലേക്ക് അതിനെ കൊണ്ടുപോയത്, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയ എഴുതിയ വാക്കുകൾ കൊണ്ട് അഗ്നി പടർത്തിയ ഒരു മനുഷ്യൻ ഇന്നലെ ഈ ലോകത്തോട് വിട പറഞ്ഞ വാർത്ത വലിയ കാര്യത്തോടു കൂടി തന്നെയാണ് മാധ്യമങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അതിൽ എല്ലാ പത്രങ്ങളെയും നമുക്ക് അവരോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതത്തെ സാർത്ഥകമാകിയ രൂപത്തിൽ തന്നെ അത് അക്ഷരങ്ങളുടെ എല്ലാ പത്രങ്ങളും അദ്ദേഹത്തിന് ആദരാഞ്ജലിയും അർപ്പിക്കുന്നുണ്ട്. ഇന്ന് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ കടത്തുരുത്തിലെ വീട്ടിൽ നടക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയും.